അഷ്റഫി റസൂലില്ല വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ചെറിയ ശവപേടകമാണ് ഏറ്റവും ഭാരമേറിയത്. ഈ അടുത്ത് വായിച്ചതിൽ ഏറ്റവും കനമേറിയതായി തോന്നിയ ഈ വാക്കുകൾ വിഖ്യാത എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടേതാണ്. 6 അടി മണ്ണിൽ മൈലാഞ്ചി ചെടികളുടെ തണലിൽ മുറിവേറ്റ ഒരു പറ്റം സ്വപ്നങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന ഫലസ്തീനിയൻ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വന്നത്. മനസ്സിലെന്നും നീറുന്ന നോവിൻ്റെ ബാക്കി പത്രമാണ് ഫലസ്തീൻ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഫ്രം ബൈറൂത്ത് ടു ജെറുസലേം എന്നതിൻ്റെ വിവർത്തക പുസ്തകമായ ജെറുസലേം കുടിയിറക്കപ്പെട്ടവൻ്റെ മേൽവിലാസം എന്ന പുസ്തകത്തെയാണ്. IPB പ്രസിദ്ധീകരിച്ച ഈ ഒരു പുസ്തകം വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത് അബ്ദുള്ള മണിമിയാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശത്താൽ കുടിയിറക്കപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ഫലസ്തീനിയൻ അഭയാർത്ഥികളുടെ ദുരിതാവസ്ഥ ലോകത്തെ അറിയിക്കുന്ന കൃതി. 1982 സബറ ഷത്തീല കൂട്ടക്കുരുതി സംഭവിക്കുമ്പോൾ ലെബനോനിലെ അഭയാർത്ഥി ക്യാമ്പിൽ മെഡിക്കൽ സഹായത്തിനെത്തുകയും അവിടുത്തെ ആ കൂട്ടക്കുരുതിക്ക് സാക്ഷിയാവുകയും ചെയ്യേണ്ടി വന്ന വനിതാ ഡോക്ടർ ആങ് സ്വീ ചായ് തൻ്റെ അനുഭവങ്ങളും താൻ കണ്ട കാഴ്ചകളും ഓർമ്മക്കുറിപ്പുകളായി അടുക്കി വെച്ചതാണ് ഈ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. യുദ്ധക്കെടുതികൾ മനുഷ്യജീവിതത്തിൽ എത്രത്തോളം ദുരിതം വിതക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ കൃതി. നേരനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള രചനയിൽ വരികൾക്കിടയിൽ വികാരങ്ങൾ മിന്നിത്തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വേള ഓരോ വായനക്കാരനെയും ഇതിലുള്ള അനുഭവങ്ങൾ എൻ്റേതു കൂടിയാണെന്നുള്ള ഒരു ചിന്തയുണ്ടാക്കിയെടുക്കാൻ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. ഗ്രന്ഥകാരി ഒരു ആരോഗ്യ പ്രവർത്തകയായതിനാൽ തന്നെ യുദ്ധക്കളത്തിലെ മെഡിക്കൽ സിസ്റ്റത്തെയും ആരോഗ്യ പ്രതിസന്ധികളെയും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലളിതമായ ഭാഷയും വിവരണ മികവും താനൊരു കഴിവുള്ള സാഹിത്യകാരിയും കഥ പറച്ചിലുകാരിയും കൂടിയാണെന്ന് ഗ്രന്ഥകാരി തെളിയിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ആകത്തുക ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേവലം 3 പേജ് മാത്രമുള്ള വിവർത്തക കുറിപ്പ്. നാം നിനക്ക് നോക്കിക്കാണാൻ 2 കണ്ണുകൾ തന്നില്ലയോ, കണ്ടത് വിളിച്ചു പറയാൻ ഒരു നാവും 2 ചുണ്ടുകളും എന്ന വിശുദ്ധ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് വിവർത്തക കുറിപ്പ് ആരംഭിക്കുന്നത്. പീഡിത ജനത അനുഭവിക്കുന്ന പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും കഥകളെ മനസാക്ഷിയുണ്ടെന്ന് നടിക്കുന്ന ലോകത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ഗ്രന്ഥകാരി ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്ന ധർമ്മമെന്ന് വിവർത്തകൻ വ്യക്തമാക്കുന്നുണ്ട്. ഫലസ്തീൻ എന്ന വാക്കിൽ തന്നെ അസുഖകരമായ എന്തോ ഉണ്ടെന്ന് കരുതുന്ന, ഫലസ്തീനെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത ചിന്താഗതി വെച്ച് പുലർത്തുന്നയാളാണ് ആങ് സ്വീ. അങ്ങനെ ഇരിക്കെ മെഡിക്കൽ സഹായങ്ങൾക്കായി ബെയ്റൂത്തിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരൊരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, ഞങ്ങളുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി ലെബനോനിലേക്ക് പോവുകയാണോ താങ്കളെന്ന്. ആ സമയം താൻ ആദ്യമായി കണ്ട ആ ഫലസ്തീനിയുടെ ശരീരത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള ഗ്രനേഡ് അല്ലെങ്കിൽ തോക്ക് തിരയുകയായിരുന്നു താനെന്ന് ആദ്യ അധ്യായത്തിൽ തന്നെ കുറിക്കുന്നതായി കാണാം. താനൊരു കോളേജ് അധ്യാപകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഇസ്രായേൽ സൈന്യം ആട്ടിപ്പായിച്ചത് കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം ഇന്ന് പല രാജ്യങ്ങളിലായി ചിതറിക്കഴിയുകയാണെന്നും അയാൾ വേദനയോടെ പറയുകയുണ്ടായി. ഒടുവിൽ ഗ്രന്ഥകാരി മനസ്സിലാക്കുകയാണ് പ്രവാസികളുടെ ഒരു കൂട്ടം ആണ് ഫലസ്തീനികളെന്ന്. നാം മനസ്സിലാക്കേണ്ടത് കുടിയിറക്കപ്പെട്ടതിനാൽ മേൽവിലാസമില്ലാതായിപ്പോയ ഒരുപാട് മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ അകത്താളുകളിലുള്ളത്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലുള്ള വെടിയുണ്ട നീക്കം ചെയ്യേണ്ടതായി വന്ന അനുഭവം വിവരിക്കുന്നുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളൊന്നും ലഭ്യമല്ലാതായപ്പോൾ ഡോക്ടർ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടാവും, മയക്കാനുള്ള മരുന്നുകളൊന്നും ലഭ്യമല്ല. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, ഞാനൊരു ഫലസ്തീനിയാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോയെന്ന്. അങ്ങനെ യാതൊരു മയക്കുമരുന്നും നൽകാതെ പച്ചയായി അയാളെ ആ ശരീരത്തിൽ ശസ്ത്രക്രിയ നടത്തുകയാണ് ഉണ്ടായത്. താനൊരു അറബിയോ
യൂറോപ്യനോ മുസ്ലിമോ അല്ലെങ്കിലും താനൊരു മനുഷ്യനാണെന്നത് കൊണ്ട് മാത്രമാണ് ഫലസ്തീനികളെ പിന്തുണക്കുന്നതെന്നും അവരുടെ ആവശ്യങ്ങൾ, സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ഗ്രന്ഥകാരി ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പിന്നീടും ബെയ്റൂത്തിലേക്ക് യാത്രകൾ ചെയ്യുന്നതും ഇരകൾക്കായി സഹായ സേവനങ്ങൾ എത്തിച്ചു കൊണ്ടുകയും ചെയ്യുന്നത്. ഇന്ന് 75 ആണ്ടുകൾക്കിപ്പുറവും ഫലസ്തീൻ്റെ മണ്ണിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 10,000ങ്ങളാണ് അവിടെ മരിച്ച് വീണുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ മിഠായിപ്പൊതികൾ പോലെ ചുമന്നു കൊണ്ടുപോകുന്ന കാഴ്ച നാം എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ക്രൂരമായ മൗനം പാലിക്കുന്ന ഈ ലോകത്തോട് കലഹിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകളും എന്നതാണ് പുസ്തകത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്തഫൽ ഖുർദിൻ്റെ ഉള്ളിയും കല്ലും എന്ന കവിത പാടിയാണ് പുസ്തകം അവസാനിപ്പിക്കുന്നത്. കവിത ഇങ്ങനെയാണ്: നമ്മുടെ ഹൃദയങ്ങളെ ഭരിച്ചിരുന്ന ഭീതി മരിച്ചിരിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശകളെ കൊല്ലുകയും നമ്മുടെ വഴിമുടക്കുകയും വഴിവിളക്കുകൾ കെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഭീതി മരിച്ചുപോയി, ഞാൻ ഈ കൈകൾ കൊണ്ടാണതിനെ കബറിലടക്കിയത്. ഭയം വെടിഞ്ഞ് അതിജീവനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾ നെയ്യുന്ന ഫലസ്തീനിയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ വരികൾ. കണ്ണ് നനയാതെ, ഹൃദയം നോവാതെ നമുക്കൊരിക്കലും ഈ പുസ്തകത്താളുകൾ മറിച്ച് തീർക്കാനാവില്ല. ഒരു വേള ഫലസ്തീനികളെ കുറിച്ച് ഓർമ്മിക്കാൻ, അവരുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കും എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണമെന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.